വർക്ക് ആൻഡ് എനർജി പ്രവൃത്തി ഊർജ്ജം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എനർജി, ഊർജ്ജത്തെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് എനർജീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജ്ജവും കൈനറ്റിക് എനർജി ഗതികോർജ്ജവും. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക എപ്പോഴാണെന്നറിയോ? ഒരു വസ്തു ഹൈറ്റിലാണെങ്കിൽ പൊസിഷൻ കൊണ്ട് ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സ്ഥാനം കൊണ്ട്, ഹൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന എനർജി. നെക്സ്റ്റ് വൺ കൈനറ്റിക് എനർജി ഗതികോർജ്ജം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ഉണ്ടാകുന്നതാണ്. മോഷന് വെലോസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാകും? കൈനറ്റിക് എനർജി ഗതികോർജ്ജം ഉണ്ടാകും. സോ ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. ഒരു കല്ല് 2 മീറ്റർ ഉയരത്തിൽ നിൽക്കുമ്പോഴാണോ അതോ 2 മീറ്റർ ബൈ സെക്കൻഡ് പ്രവേഗത്തോടു കൂടി ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ അതിന് എനർജി കൂടുതൽ? നമുക്കറിയാം ഈ രണ്ട് സമയത്തും അതിന് 2 രീതിയിലുള്ള എനർജിയാണുള്ളത് അല്ലെ. അപ്പോൾ ഉയരത്തിൽ നിൽക്കുമ്പോൾ അതിനുണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജ്ജം എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്, ഇതിൽ ഏത് ടൈപ്പ് എനർജിയാണ് ഇപ്പോൾ ആ കല്ലിന് കൂടുതലെന്ന്. സോ നമുക്ക് രണ്ടും കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് mgh. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ½mv² എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. മാസിന്റെ, വെലോസിറ്റിന്റെ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് കണ്ടെത്തിക്കൂടെ? സോ ആദ്യം നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്താം. mgh 4 × 10 × 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 80 എന്ന് കിട്ടും. 80 ജൂൾ. ജൂൾ എന്ന് പറയുന്നത് എനർജിന്റെ യൂണിറ്റ് ആണ്, മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് ആണ് ഇവിടെയുള്ള കൈനറ്റിക് എനർജി ഗതികോർജ്ജം കണ്ടെത്തുക. നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ½mv² എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം ഏത് എനർജിയാണ് ഈ ഒരു കല്ലിന് ഇപ്പോൾ കൂടുതലെന്ന്. ഓക്കെ.